മാന്നാർ കലാക്കൊലക്കേസ് പ്രതികളെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി. ഇന്ന് വരെയായിരുന്നു പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. പോലീസ് വീണ്ടും പ്രതികളുടെ കസ്റ്റഡി ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, പ്രതികൾക്ക് 14 ദിവസത്തെ റിമാൻഡ് കോടതി വിധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ 6 ദിവസത്തെ കസ്റ്റഡി കാലാവധി കൂടി പോലീസ് കസ്റ്റഡിയിൽ പ്രതികളെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നോടുകൂടി ആ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. ഇനിയും കസ്റ്റഡി നീട്ടി നൽകണമെന്ന് പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾ എന്തൊക്കെയാണ്? ദേവിക, മാന്നാർ കൊലപാതക കേസിൽ ഈ 3 പ്രതികൾക്കും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് പോലീസ് ഇവരെ മാന്നാർ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. വീണ്ടും പോലീസ് പ്രതികളുടെ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കോടതി നീട്ടി നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കാരണം ഈ പ്രതികളെ കൂടുതലായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ ജാമ്യാപേക്ഷ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ ദിവസം തന്നെ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇവർക്ക് അന്ന് തന്നെ പോലീസിന് പ്രതികളെ കസ്റ്റഡിയിലേക്ക് നൽകിയത്. കാരണം നമുക്കറിയാം, 15 വർഷം മുമ്പുള്ള ഒരു കൊലപാതക കേസാണ് ഇത്. ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ട്. തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് കോടതിയിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രതികളുടെ മൊഴികളിൽ തന്നെയാണ് കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ പ്രതികളെ 3 പേരെയും 3 സ്ഥലത്തിരുത്തിയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല, ഈ പ്രതികളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. പല തവണയും പ്രതികൾ മൊഴി മാറ്റി പറഞ്ഞ് കേസ് അന്വേഷണത്തെ വഴി തെറ്റിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഈ പ്രതികളെ കസ്റ്റഡിയിൽ തന്നെ വേണമെന്നാണ് പോലീസ് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ദേവിക. ശരി, ആലപ്പുഴയിൽ നിന്ന് ചേർന്നത് നിഷ ദിലീപ്.